நான் உன்னை நீங்க மாட்டேன். തനു രുദ്രേട്ടാ, தூங்க மாட்டேன். சேர்ந்ததே நம் എന്തിനാ ഇവിടെ വിട്ടും എന്നെ വിട്ടൊക്കെ പോയെ? തിരികെ വരാൻ. இந்நாளல்ல தேதி என்னையே தந்தேன் உனக்காக, ஜென்மமே கொண்டேன் அதற்காக. സ്വപ്നമായിരുന്നു. അങ്ങേര് വരികയാണെന്ന് അറിഞ്ഞതോടെ തുടങ്ങിയ സ്വപ്നം കാണലോ മതിയായി എനിക്ക്. നാളെ എന്തായാലും അങ്ങേര് വരുമല്ലോ, അതോടെ തീരുമായിരിക്കും തേങ്ങ. അല്ലെങ്കിലും അയാൾ വന്നാലെന്താ വന്നില്ലെങ്കിൽ എന്താ, ഒന്നുമില്ല എനിക്ക്. അതങ്ങനെ മതി. മായ എണീറ്റില്ലേ പാറു? ഇപ്പോഴും കാണാനില്ലല്ലോ. എങ്ങനെ എണീക്കാനാ? കയറി വന്നതേ പാതിരാത്രിക്കാ. അപ്പോഴാണ് ഞാൻ ആ ഗസ്റ്റ് ഹൗസിലൊരു വെളിച്ചം കണ്ടേ. അതെങ്ങനെ കറങ്ങി നടക്കുന്നത് അവളുടെ പ്രായത്തിന് താഴെയുള്ള ചെക്കന്മാരെ കൂടെ അല്ലേ? ആ, രാവിലെ തന്നെ തുടങ്ങിയോ ഇവിടെ അംഗം? എന്റെ പൊന്നു പാറു, നിന്റെ ശബ്ദം ആ തോട്ടത്തേക്ക് വരെ എത്തുന്നുണ്ട്. കണക്കായി പോയി. വെറുതെ ഒന്നല്ലല്ലോ, നിങ്ങളുടെ മകളുടെ കാട്ടിക്കൂട്ടൽ കാരണല്ലേ? പാറു, ആ കാര്യം നമ്മൾ ഒരു വട്ടം സംസാരിച്ചു വെച്ചതാ. അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവൾക്ക് എന്താ സുധേട്ടാ നമ്മൾ മനസ്സിലാവാത്തത്? അവളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ആദ്യമുള്ളൂ. അവളെക്കുറിച്ച് നീ ഇങ്ങനെ ആവലാതി പേടൊന്നും വേണ്ട. ഇനിയിപ്പോൾ എന്തായാലും രുദ്ര വരികയല്ലേ, അവൻ വന്നിട്ട് ബാക്കി തീരുമാനിക്കാം. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ശരിയായാൽ മതിയായിരുന്നു. എല്ലാം ശരിയാവും, നീ വിഷമിക്കാതിരിക്കേ. മോനെ രുദ്ര. അമ്മേ, മാറി നിൽക്ക് ചെറുക്കാടുന്ന്. ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കട്ടെ.
കണ്ട തളര് സ്വഭാവം മാറുന്ന കണ്ട. ഇന്നലെ ഞാൻ വന്നപ്പോ എന്തൊക്കെയായിരുന്നു, തേനും പഴവും. ഓ ഇപ്പൊ കണ്ടില്ലേ? പോടാ പോടാ. അമ്മായി. മോനെ രുദ്ര, സുഖല്ലേ നിനക്ക്? പിന്നെ സുഖത്തിനൊന്നും ഒരു കുറവുമില്ല. എല്ലാ അമ്മായിന്റെ ശിങ്കിടികൾ അവിടെ? ഏട്ടാ ഞാൻ അവിടെ ഉണ്ടേ. ആ മധു, സുഖല്ലേടി നിനക്ക്? ആ ഏട്ടാ സുഖം. എങ്ങനെ സുഖമില്ലാതിരിക്കും? തിന്നെ ഉറങ്ങ ഇതന്നെയല്ലേ പണി. ഇങ്ങനെ അന്തി എന്റെ കൈ കൊണ്ടായിരിക്കും. രാവിലെ തന്നെ നല്ല മഴയാണല്ലോ. അവിടെ പോയി കഴിച്ചിട്ട് അനിയൻ്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങാം. ദേവമ്മ കഴിക്കാൻ. ആ വന്നിരിക്കുമായേ, ഞാൻ ഫുഡ് വിളമ്പാം. നീ എങ്ങോട്ടില്ല ഇറങ്ങാൻ നിൽക്കാണോ? ആ ദേവമ്മ, ഞാനൊന്ന് പുറത്തോട്ട് പോവാൻ. നീ ഇന്ന് എങ്ങോട്ടും പോവില്ല. ഇവിടെ രുദ്രമോ വന്നതൊന്നും നിന്റെ കണ്ണി പെട്ടിട്ടില്ലേ? വല്ലവരും വന്നതും വരാത്തതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പോവാ. മായേ. വേണ്ട മായേ, അവള് പോയിക്കോട്ടെ, വിളിക്കണ്ട. എന്താ അവൾക്ക് പറ്റിയേ? അവളിപ്പോ അങ്ങനെയാ, ആര് പറഞ്ഞാലും കേക്കില്ല. ആകെ അനിരുദ്ധ പറഞ്ഞ ചെറുക്കനും പിന്നെ മധുവും മനുവിനോട് മാത്രം മിണ്ടാറുള്ളൂ. നേരാമാർഗം. അമ്മായി വിഷമിക്കണ്ട, നമുക്ക് എല്ലാം ശരിയാക്കാം. മോനെ കൊണ്ട് മാത്രമേ ഇനി അവളെ എനിക്ക് എൻ്റെ പഴയ മായയായി തിരിച്ചു തരാൻ പറ്റുള്ളൂ. എന്താലേ, എന്ത് രസമല്ലേ ഇങ്ങനെ ചായ കുടിച്ചിവിടെ ഇരിക്കാൻ? അതെ അതെ. അല്ലേച്ചി, നമ്മുടെ നാട്ടിലത്തെ മെയിൻ പുള്ളി ലാൻഡായിട്ടുണ്ടല്ലോ, രുദ്രേട്ടൻ. ഇപ്പം ഈ നാട്ടിലത്തെ പെൺപിള്ളേർക്കൊക്കെ അയാളെക്കുറിച്ചേ സംസാരിക്കാൻ സമയമുള്ളൂ. ചേച്ചി കണ്ടില്ലേ വരുമ്പോൾ? നിനക്ക് വേറൊന്നും പറയാനില്ലേ? അങ്ങനെ കുറിച്ചേ പറയാനുള്ളൂ. ശരി, സ്വന്തം വീട്ടിലത്തെ ആയതുകൊണ്ടാവില്ലേ വിലയില്ലാത്ത. അത് വിട്. ആ മറ്റേ സ്നേഹൻ്റെ ലവ് സ്റ്റോറീൻ്റെ ബാക്കിയില്ലേ? അത് കിട്ടിയോ? ഇത്ര നല്ല കാര്യങ്ങളുണ്ടായിട്ടാ? അത് പറയും. അത് പ്രത്യേകിച്ചൊന്നുമില്ല ചേച്ചിയെ. ലാസ്റ്റ് അവൾ അവൻ്റെ അടുത്ത് പറഞ്ഞില്ല. അവന് അവളെ ഇഷ്ടമായിരുന്നെന്ന് അവൾ വിചാരിച്ച്. അവനും പറഞ്ഞില്ല. പിന്നെ അവർ രണ്ടാളും വേറെ പിടിച്ചു. അതെത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയല്ലേ പറയാതെ പ്രണയം മനസ്സിലാവുന്നേ? ആരാ പറഞ്ഞേ പരസ്പരം പറയാതെ പ്രണയം മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്? അതല്ലേ സത്യം. പരസ്പരം പറയാതെ എങ്ങനെ പ്രണയം മനസ്സിലാക്കാൻ കഴിയുക? അതാണ് പ്രണയം. പറയാതെ തന്നെ മനസ്സുകൾ തമ്മിൽ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അതെങ്ങനെ? എന്താ ചേച്ചി, എന്തോ ഒന്ന് ചീഞ്ഞാറുണ്ടല്ലോ. പോടർക്ക. അല്ല, നിനക്കിനി ആരോടെങ്കിലും എന്തെങ്കിലും? പോയിച്ചി അവിടുന്ന്, എനിക്ക് നാളെ വരുന്നു. അല്ലെങ്കിലും എന്താലേ ഈ പ്രണയം? ഒരു പ്രണയം കഴിഞ്ഞ അടുത്ത പ്രണയം, അത് പൊട്ടിയ അടുത്തത്. അതൊന്നും പ്രണയമല്ല. അതെന്താ ചേച്ചി? പിന്നെ അതെന്താ? നിനക്കറിയോ, പ്രണയം ഒരിക്കൽ ഒരാളോട് മാത്രം ഭ്രാന്തമായി തോന്നുന്ന ഒന്നാണ്. പിന്നീട് വരുന്നതെല്ലാം ഓരോ പൊരുത്തപ്പെടലുകളാണ്. അപ്പോ പിന്നീട് തോന്നുന്നതൊന്നും പ്രണയമല്ല എന്നാണോ? ഒരിക്കലും അല്ല. പക്ഷേ ഭ്രാന്തമായ പ്രണയം ഒരിക്കൽ ഒരാളോട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. ചേച്ചി ഇതിലൊക്കെ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടല്ലേ, കൊച്ചു കള്ളി. ചേച്ചി, രുദ്രേട്ടൻ ഇങ്ങോട്ടാണല്ലോ നോക്കുന്നേ. ഇത് ഇങ്ങോട്ട് വരുന്നേച്ചി. മായ വന്നേ, വീട്ടിലോട്ട് പോവാം. മായ, നിന്നോട് ഞാൻ പറഞ്ഞേ എനിക്ക്. ഞാനൊന്നുമില്ല, വീട്ടിലോട്ട്. എനിക്കൊരു കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് തീരെ ഇഷ്ടമല്ല. നിന്റെ ആ പഴയ രുദ്രനല്ല ഞാൻ.
നിന്റെ താളത്തിനൊത്ത് തുള്ളാൻ വേണ്ടി. അതുകൊണ്ട് വാശി പിടിക്കാതെ വരാൻ നോക്ക്. അതന്നെ എനിക്കും പറയാനുള്ളത്. ഞാൻ ആ പഴയ മായയല്ല. വാശി നിനക്കിപ്പോൾ തീരെ നല്ലതിനല്ല. അത് ഞാൻ അങ്ങോട്ട് സഹിച്ചു. ആ വാശി എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എന്നെ കൂടെ നീ അത് ചെയ്യിപ്പിക്കരുത്. ഇയാളുടെ പാട് നോക്കിപ്പോ. എന്തിനാ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നേ? തന്മയ എന്ന് പറയുന്ന മായ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. ചേച്ചി പോയിക്കോ, വെറുതെ സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതെ, അനിയൻ പറയുന്ന കേക്ക് ചേച്ചി. മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഇഡിയറ്റ്. അതെന്നെയാണല്ലോ മൈൻഡ് ചെയ്യുന്നേ. നീയും ഇവനെല്ലാം എൻ്റെ ബിസിനസ്സാ. എടാ നീയും വായോ, കഴിച്ചിട്ട് പോവാം. ഞാനില്ല. എൻ്റെ അനി വാലനങ്ങിയാലാ തല അനങ്ങുള്ളൂ. അതുകൊണ്ടൊന്ന് വാ, കഴിച്ചിട്ടൊക്കെ പോവാടാമല്ലേ. അത് ചേച്ചി. വായോ, കഴിച്ചിട്ട് പോവാം. ഇങ്ങനെ വിടുന്ന ലക്ഷണമില്ല. ഇന്ന് ചേച്ചി ഞാൻ ഇറങ്ങിയാലോ? എടാ വൈകുന്നേരം പോവടാ. അതെ, ചേച്ചി പറയുന്ന കേക്കനി. എന്താടി നോക്കി പഠിപ്പിക്കുന്ന ഉണ്ടക്കണി? ഇങ്ങോർക്ക് എന്തിൻ്റെ കുത്തിക്കുഴപ്പാ വന്നത് മുതൽ. എടി മായേ, നീ എന്തിനാ അമ്മനോട് ദേഷ്യപ്പെട്ടു പോയേ? അമ്മയ്ക്ക് സങ്കടമായിട്ടോ? അതിന് എനിക്കെന്താ? അതെന്താ നിനക്കൊന്നും ഇല്ലാത്ത? നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയല്ലേ അത്? തെറ്റ് ആർക്ക് വേണമെങ്കിലും പറ്റാം. മനസ്സ് തുറന്ന് ആ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് വായിക്കാനുള്ള കഴിവൊന്നും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. അത് തുറന്ന് പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതിപ്പോൾ ആർക്കാണെങ്കിലും. മോനെ അനിരുദ്ധേ, ഇങ്ങോട്ട് വാ, ചേട്ടൻ ചോദിക്കട്ടെ. എടി മധു, നീയും വാ. ആ ഇതാ വരുന്ന. തനു, ചിത്രേട്ട ഒന്ന് വന്നൂടായിരുന്നു എന്നെ കാണാൻ? கண்ணால் ஒரு சேதி சொல்லடி இந்நாள் நல்ல தேதி என்னையே தந்தேன் உனக்காக ஜென்மமே கொண்டேன் அதற்காக. ഞാനൊന്ന് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ പ്ലീസ്, ഒന്ന് പോവോ? എന്തായി ചേട്ടാ, ചേച്ചി ഓക്കെ അല്ലേ? എടാ ഞാൻ വരാൻ വൈകി പോയോടോ? ഒരിക്കലുമില്ല, കറക്റ്റ് സമയത്ത് തന്നെയാണ് ചേട്ടൻ എത്തിയിട്ടുള്ളത്. അവന്മാരെ പിച്ച് ചീന്തി പിന്നെയും കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അതെല്ലാം നടന്നു കഴിഞ്ഞ സംഭവങ്ങളല്ലേ, ഇനി അതെല്ലാം വിട്. അവൾ ആ കാര്യം മറക്കാതിരിക്കുന്ന കാലത്തോളം എനിക്കും ഈ കാര്യം മറക്കാൻ കഴിയില്ല. എന്നാലും എൻ്റെ ചേച്ചി ഇത്രയൊക്കെ അനുഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്നല്ല, ആരും അറിഞ്ഞിട്ടില്ല. ആരെയും അറിയിക്കാൻ അവൾക്ക് ശ്രമിച്ചിട്ടില്ല. അന്ന് കള്ളു കുടിച്ച് ബോധമില്ലാതെ അനീനോട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ആ കാര്യം അറിഞ്ഞു. പാവാണ് രുദ്രേട്ടൻ. എന്നോട് ഇന്നും വിളിച്ച് ചോദിക്കൂ ചേച്ചി ഓക്കെ അല്ലേ എന്ന്. നിനക്കറിയോ അവനവളെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത്? അത് പറയണമെന്നില്ല, പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഓരോ സെക്കൻഡും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മോളെ. എന്താച്ചാ? അത് പിന്നെ ഞങ്ങൾക്കൊരു കാര്യം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
അവിടെ ഒളിച്ചു നിൽക്കുന്ന സാധനത്തിനോട് ഉള്ളിലോട്ട് കയറി വരാൻ പറയും. ഞാൻ ഒളിച്ചു നിന്നല്ല, ഞാൻ വെറുതെ ഇങ്ങനെ. മതി കാര്യം പറയേ. അത് പിന്നെ മോളെ, ഒരു പ്രപ്പോസല്. അച്ഛൻ, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാ. നീ ആദ്യം ഒന്ന് മുഴുവനും കേക്ക്. അതെ മോളെ, രുദ്രയാണ് ആള്. നമുക്കറിയുന്നതല്ലേ രുദ്രനെ. അതാ ഞാൻ പിന്നെ. രുദ്രേട്ടൻ വിട്ടുകളയാനും മനസ്സ് സമ്മതിക്കുന്നില്ലല്ലോ. മോക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി, അല്ലെങ്കിൽ അത് വിട്ടോ, കുഴപ്പമില്ല. അമ്മയ്ക്കും അച്ഛനും കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്താ പറഞ്ഞ അയക്കും, എനിക്ക് പ്രശ്നമില്ല. മോളെ, നീ സത്യമാണോ പറഞ്ഞേ? പക്ഷെ കല്യാണ ഒരുക്കങ്ങൾക്കൊന്നും എന്നെ അങ്ങനെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഇല്ല, നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഒന്ന് കഴിക്കാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാ മോള് കിടന്നോ, ഉറക്കം കളയണ്ട. അയ്യോ, ഇനി നാളെ അങ്ങേര് ഫേസ് ചെയ്യണമല്ലോ. തേങ്ങ. ഓയ് പൊണ്ടാട്ടി. ഓ, തുടങ്ങി തേങ്ങ. പോവല്ലേ, നിക്ക് പൊണ്ടാട്ടി. വെറുതെ എന്നെ രാവിലെ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ നിൽക്കരുത്. അത് നിനക്ക് ജന്മന ഉള്ളതല്ലേ. ശരി സോറി, അത് വിട്. ഞാൻ സീരിയസ് ആയൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ? നിന്നെ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തേ? അല്ല, എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഇത് ഞാൻ സ്വയം എടുത്ത തീരുമാനം. സ്വയം എടുത്ത തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അതെന്താ അങ്ങനൊരു ചോദ്യം? അല്ല, അത് കല്യാണം എന്നത് ഒരു കുട്ടിക്കളിയല്ലല്ലോ. നിനക്കെന്നെ ഇഷ്ടമല്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ. മിസ്റ്റർ രുദ്ര, ഇതുവരെ ഇന്ന് വരയ്ക്കും തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്? ഇല്ലല്ലോ മിസ്സിസ് രുദ്ര. വേണ്ട, അത് വേണ്ട. വേണല്ലോ. രുദ്രേട്ടാ, വീട്ടിടാ എന്നെ. എന്തോ എങ്ങനെ? വീട്ടിൽ രുദ്രേട്ട ആരെങ്കിലും കാണും. വീടില്ല. എന്നാ ഞാൻ ഉച്ച വയ്ക്കാൻ പോവാ. ഓ എന്റെ പൊന്നോ, വേണ്ട, ഞാൻ വിട്ടു. അപ്പന്റെ പൊണ്ടാട്ടി ചെല്ല്, നിന്നെ ഞാൻ മെല്ലെ എടുത്തോളാം, സമയമുണ്ടല്ലോ. ആ, എടുക്കാൻ ഇങ്ങോട്ട് വാ, നിന്ന് തരാം ഞാൻ. അത് നീ ഇങ്ങനെ എടുത്ത് പറയണം എന്നൊന്നും ഇല്ല, നീ നിന്ന് തരുന്ന് എനിക്കറിയാലോ. ആ വിളച്ചില് എന്റെ പുരുഷൻ 4 മടക്കി പോക്കറ്റിൽ വെച്ചോളൂ കേട്ടോ. നമുക്ക് നോക്കാം. ഞാൻ പോവാ, ഇവിടെ നിന്ന് എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. போர்க்களத்தில் சாய்ந்தால் கூட ஜீவன் உன்னை சேர்ந்திடும் கோடி சுகம் வார. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ പ്ലാൻ ഇഷ്ടായോ? അച്ഛാ, ഇത് കൊള്ളാം, നല്ലതാ. മോളെ മായെ, നിനക്കിഷ്ടായില്ലേ? ആ മഹിയച്ച, എനിക്കും ഇഷ്ടായി. അപ്പോ കല്യാണത്തിന് ഡേറ്റ് നോക്കി വെച്ചിരിക്കുന്നത് ജൂലൈ 5 കേട്ടല്ലോ. ആ, ഇതിങ്ങ അടുത്ത് എത്തിയല്ലോ ഏട്ടാ. അതേ ദേവു, ഇനി ആകെ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പോ എല്ലാ ഒരുക്കങ്ങളും ഇപ്പൊ തന്നെ തുടങ്ങണമെന്ന് സാരം. അതെ, എന്തായാലും ഇവിടെ എല്ലാരും ഇപ്പൊ ലീവിലല്ലേ. അത് ശരിയാ. അതുകൊണ്ട് തന്നെ നാളെ തന്നെ ഡ്രസ്സ് ഓർണമെന്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്, കേട്ടല്ലോ. നാളെ തന്നെയോ? എന്താ, നാളെ നിനക്ക് മനമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ?
താൻ പോടും. ഇങ്ങനെ കൊണ്ട് കാര്യം എൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ച് എനിക്ക് ഡിവോഴ്സ് വേണം. അതിന് ഞാൻ നിന്നെ കെട്ടിയിട്ടില്ലല്ലോ. എന്നാലും എനിക്ക് ഡിവോഴ്സ് വേണം. കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ കെട്ട് കഴിഞ്ഞ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും ദൈവമേ. ചിന്തിക്കാതിരിക്കുന്ന ദുരവസ്ഥ തന്നെ. ഏട്ടാ ചുമ്മാ കൂടുതൽ ചിരിക്കല്ലേ. 2 ആഴ്ച കഴിഞ്ഞാൽ അതേ അവസ്ഥയായിരിക്കും ഏട്ടനും. നീ ബോഡി നിന്നെ പോലെയല്ല എൻ്റെ കുട്ടി. പിന്നെ കണ്ടറിയാം ഒരു കുട്ടി വന്നേക്കുന്നു. ഏട്ടൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നേ. നീ പോടാ കാലമാടാ. മിണ്ടാതിരിക്കാം, അതാ നല്ലത്. മതി അടി കൂടിയത്. പിന്നെ നാളെ കുടുംബക്കാരൊക്കെ കൂടെ ഉണ്ടാവും, നമ്മൾ മാത്രമല്ല. പോയി മൂട് പോയി. എന്തായാലും അപ്പൊ ഇന്ന് രാത്രി എല്ലാവരും നേരത്തെ കിടന്നോണം. നാളെ നേരത്തെ തെണ്ടാൻ തുടങ്ങേണ്ടതാ. അത് ശരിയാ സുധിയച്ച, തെണ്ടി മടുക്കും. അതെ, എന്നാ ഞങ്ങളങ്ങോട്ട് പോട്ടെ. നിങ്ങളുടെ സംസാരം നടക്കട്ടെ എന്തായാലും. അല്ല മായേ, നീ വരില്ലേ? അതെന്ത് ചോദ്യ? അവളുടെ കല്യാണ ഷോപ്പിങ്ങിന് അവള് വരാതെ? അത് ഞാനില്ല. നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് എന്തേലൊക്കെ എടുത്തിട്ട് വന്നാ മതി. അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും, കാരണം നാളെ അവള് നമ്മുടെ കൂടെ വരും. എന്നെ നോക്കി ദഹിപ്പിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ വരില്ല, അത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ആണോ? എന്നാ എനിക്കത് തമാശയായിട്ടാ തോന്നിയത്. കൂടുതൽ അങ്ങോട്ട് തമാശിക്കാൻ നിൽക്കല്ലേ. നീ വരും പറഞ്ഞാ നീ വരും, അത്ര തന്നെ. ഞാൻ വരില്ല പറഞ്ഞാ ഞാൻ വരില്ല. എന്നാ ശരി, ഞാനും പോകുന്നില്ല. പോവണ്ട, വാശി കാണിച്ച് ഇവിടെ ഇരിക്കുകയാണേയിരുന്നു. ഇവിടെ ഞാനല്ല വാശി കാണിക്കുന്നേ, നീയാണ്. ആയിക്കോട്ടെ, ഞാൻ കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാ. അതെനിക്ക് നല്ലോണം അറിയാം. ഞാൻ പോവാണ്. അതാ അമ്മായെ, അവൻ പിണങ്ങി പോയിട്ടാ. അതെന്താ, വല്ല ഇള്ള കുഞ്ഞാണോ പിണങ്ങി പോവാനും മാത്രം? അതെ, കുഞ്ഞുങ്ങളുടെ മനസ്സാ. രുദ്രേട്ടാ, ആ ബുക്കൊന്ന് എടുത്തരോ? അതെ, നിങ്ങളോടാ ഞാൻ ചോദിച്ചേ, ആ ബുക്കൊന്ന് എടുത്തു തരുമോന്ന്. ഏട്ടന്റെ ചാർജർ ഒന്ന് ഞാൻ എടുത്തിട്ടുണ്ടേ. മധു. അപ്പോ വേണം വെച്ചിട്ട് എന്നോട് മാത്രം മിണ്ടാതിരിക്കുകയാണ് അല്ലേ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. അതെ, ഞാൻ വരാം നാളെ ഷോപ്പിങ്ങിന്. പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ വരാന്ന്. എന്തേ വരണ്ടേ? വേണമെന്നില്ല, എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെട്ട് വരണ്ട. അനുവൊക്കെ വരും, അവരൊക്കെ തന്നെ എനിക്ക് ധാരാളം. ജാള ടീംസിനോട് ഇനി ഒരു ബന്ധവുമില്ല. അങ്ങേരെ ഒരു കുഞ്ഞു. ഞാൻ പോവാ. പോവല്ലേ? മാറിക്കേ, എനിക്ക് പോണം. എങ്ങോട്ട്? തന്റെ തലയിൽ കയറി നിരങ്ങാൻ. അത് നീ പണ്ട് മുതലേ എന്റെ തലയിൽ തന്നെ അല്ലായിരുന്നോ? 2 ആഴ്ചയോടെ കഴിഞ്ഞ നീ അവിടെ കയറി ഡിസ്കോ ഡാൻസ് കളിക്കുന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അറിയാലോ, സന്തോഷം. ഒരു മുൻകരുതലുള്ളത് എപ്പോഴും നല്ലതാ. എന്തു പറയാൻ, ഇനി ഇതെല്ലാം എന്റെ വിധി എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ഇത് ഒരുമാതിരി മറ്റേടത്തെ സ്വഭാവം കാണിക്കാൻ നിൽക്കല്ലേ. അങ്ങേരെ ഒടുക്കത്തെ ഒരു വിധി. നൊന്തു കേട്ടോ. അയ്യോ, നൊന്തോ എന്റെ പൊന്നിന്? നൊന്തു. അയ്യേ, ഒരു കുണുവാവ വന്നേക്കുന്നു. നിനക്കൊരു സ്നേഹവും ഇല്ല അപ്പ എന്നോട്. അങ്ങനെയാണോ? ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കണ്ടേ? ഇവളെന്താ ഈ കാട്ടണേ? പറയൂ മിസ്റ്റർ ചിത്ര.
എന്ത്? ഇത്ര അടുത്ത് നിന്ന് സ്നേഹിച്ചാൽ മതിയോ അതോ ഇനി അടുത്തോട്ട് വരണോ? എനിക്കിട്ട് പണിയാ അല്ലേ? ശരിയാക്കി തരാം. എന്തേ കാട്ടണേ? ഇത്രയടുത്ത് മതി, ഇതാ എനിക്കിഷ്ടം. പണി പാളിയെന്നാ തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുക്കാം അല്ലേ? ഞാൻ തമാശക്ക് അത് തമാശക്ക് കാട്ടിയതാ. അങ്ങനെ മേലാൽ ഇമാതിരി തമാശയായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നു പോകരുത് കേട്ടോ. ഇല്ല, കേട്ടില്ല. ഇല്ലെങ്കിൽ ആ തമാശ ഞാൻ അങ്ങ് കാര്യമായി അങ്ങ് എടുക്കും. പിന്നെ എൻ്റെ തനു അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ കേട്ടോ എൻ്റെ തനു? ഞാൻ കേട്ടു. അതാണ് എനിക്കും നിനക്കും നല്ലത്. പോടാ കോലമാടാ. ഡി, നിന്നെ ഉണ്ടല്ലോ ഞാനും ഓടി. ഈ പെണ്ണിനെ കൊണ്ട്. രുദ്രേട്ടാ, ഇതെങ്ങനെയുണ്ട്? എനിക്ക് ചേരുന്നുണ്ടോ? ആടി, നല്ലതാ. ശരിക്കും നല്ലതാ? ആടി പെണ്ണെ, സുന്ദരിയായിട്ടുണ്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് എന്നെ കെട്ടിയാ മതിയായിരുന്നില്ലേ മനുഷ്യ? ചിരി കൂടിപ്പോയോ? ഫോണിൽ നോക്കിയിരിക്കാം, അതാ എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്ക്, ഞാനിപ്പോൾ വരാം. തീരുമാനമായി.
നീ എന്തിനാ എപ്പോഴും എന്നെ വന്ന് നോക്കി പേടിപ്പിക്കുന്നത്? ഞാനല്ല, അവളാ. അത് ഞാൻ കണ്ടായിരുന്നു, ഇവിടെ പഞ്ചാര ഒലിപ്പിച്ച് നിന്നത് ആരാന്ന്. ചിരിക്കല്ലേ, വീട്ടിലെത്തിയിട്ടാവാൻ ബാക്കി കേട്ടോ. ശുഭം. രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ ഭക്തജന പരിപാല പരിദർശന ജാല ഭുക്തി മുക്തി ദലീല ഭുദേവ പാല സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ മധുരൈ മടിയിനിൽ രാധാ രഹസ്യ കാതൽ കണ്ണനിൽ രാധാ രഹസ്യ நான் உன்னை நீங்க மாட்டேன், நீங்கினால் தூங்க மாட்டேன். சேர்ந்ததே நம் ஜீவனே சுந்தரி, கண்ணால் ஒரு சேதி சொல்லடி, இந்நாள் நல்ல தேதி. என்னையே தந்தேன் உனக்காக, ஜென்மமே கொண்டேன் அதற்காக. അയ്യോ, ഈ പാലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് പാലടിച്ചാൽ കക്കൂസി പോകാൻ കിട്ടും. എങ്ങോട്ടാ ഡ്രസ്സൊക്കെ മാറിയിട്ട്? കിടന്നുറങ്ങാൻ നല്ല ക്ഷീണുണ്ട്. അപ്പോ ആദ്യ രാത്രിയായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ലേ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ എല്ലാം ആയിട്ട് ഓക്കെ ആയിട്ടൊക്കെ മതി ആദ്യ രാത്രി. എനിക്ക് വേണം. എൻ്റെ മനസ്സെങ്ങനെയാ പറയുന്നത്, എനിക്ക് വിശ്വാസം. ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കൂടെ എല്ലാ സമയത്തും നിന്നതിന്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. അത് മുഴുവിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. കാരണം ഞാനിപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. താൻ അതൊക്കെ വിട്. തൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. താനിപ്പോൾ ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ അതുകൊണ്ടാവാം. ഒരിക്കലുമല്ല. എനിക്ക് നീ എന്ന പ്രണയത്തെ പൂർണ്ണമായും അറിയണം.
மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு இல்லை, கணுக்கால் கூட கருப்பு இல்லை, நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கி உடம்பும் செய்ய வேண்டும் பாக்கியமே. ஒரு தடவை இழுத்து அணைச்சபடி உயிர் மூச்ச நிறுத்து கண்மணியே. மழையடிக்கும் சிறு பேச்சு, வெயிலடிக்கும் ஒரு பார்வை, உடம்பு மண்ணில் புதையற வரையில் உடன் வர கூடுமோ? அடிவம் போல சவப்பு இல்லை, கணுக்கால் கூட கருப்பு இல்லை, நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கி உடம்பும் செய்ய வேண்டும் பாக்கியமே.